സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച. ഈ ഫാൻ അഭിന്നം സ്വാഭാവ്യാദ് ഗുണിജ പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ. സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ. യം ശൈവാസ്സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം തത്സ്. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ ഓങ്കാരം ജപിക്കുക. എല്ലാവരുടെയും ശബ്ദം സ്വർഗം വരെ കേൾക്കണം. ആഗോളമായ ഒരു പ്രസരണം ഈ സംയുക്തമായ ഓങ്കാരധ്വനിക്ക് ഉണ്ടാവണമെന്ന് നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിക്കൂ. മനസ്സ് വികസിക്കട്ടെ. കൈകോർത്ത് മടിയിൽ വയ്ക്കുക, കണ്ണടയ്ക്കുക, വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക എല്ലാവരും. ഓ ഹരി ഓം തത്സ്. ജയ ഗുരു. നമ്മളിവിടെ ഈ കൊല്ലത്തെ ആത്മതത്വ സമീക്ഷ, ആ സമീക്ഷയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു ശ്ലോകം തിരഞ്ഞെടുത്ത് 2 ഭാഗത്ത് വിട്ടിട്ടുണ്ട്. അതാണല്ലോ പതിവായിട്ട് നമ്മൾ ചൊല്ലാറുള്ളത്. ഞാൻ ചൊല്ലിത്തരാം, ഏറ്റു ചൊല്ലൂ. അന്തസ്ത്യക്തകഷായസ്യ 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 നിർദ്വന്ദ്വസ്യ നിരാശിഷഃ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാഗതോ ഭോഗോ യദൃച്ഛയാഗതോ ഭോഗോ യദൃച്ഛയാഗതോ ഭോഗോ യദൃച്ഛയാഗതോ ഭോഗോ ന ദുഃഖായ ന തുഷ്ടയേ ന ദുഃഖായ ന തുഷ്ടയേ ന ദുഃഖായ ന തുഷ്ടയേ ന ദുഃഖായ ന തുഷ്ടയേ. ഇതെല്ലാവരും ചൊല്ലി ചൊല്ലി ഒന്ന് വശാക്കുക.
ചുരുങ്ങിയ ഒരർത്ഥം ഞാനിപ്പോൾ പറയാം. അന്തസ്ത്യക്തകഷായസ്യ, നമുക്ക് ജനിച്ചത് മുതൽക്ക് അവസാനം വരെ വളർത്തിയെടുക്കാനുള്ളതും പരിഷ്കാരം വരുത്തേണ്ടതും പവിത്രമാക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും സൂക്ഷ്മമാക്കേണ്ടതും എല്ലാം തന്നെ നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിൻ്റെ സാമാന്യഗതിയിലുള്ള വളർച്ചയാണ് ആദ്യത്തെ ഒരു 10-21 കൊല്ലക്കാലം വിദ്യാഭ്യാസകാലം നടക്കുന്നത്. ആ വിദ്യാഭ്യാസ കാലത്തുള്ള വളർച്ച വാസ്തവത്തിൽ പുറം ലോകത്തിനെ നോക്കി പുറം വസ്തുക്കളെ മനസ്സിലാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് ഇത്യാദി വിഷയങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ ആവട്ടെ, മനസ്സും ബുദ്ധിയും രൂപപ്പെടണമല്ലോ ആദ്യമായിട്ട്. അത് കഴിഞ്ഞാൽ ഈ പ്രായപൂർത്തി വന്ന ശരീരത്തിൻ്റെ വളർച്ച അവസാനിച്ച് ക്ഷയിക്കാൻ തുടങ്ങുന്നതോടുകൂടിയെങ്കിലും നമ്മൾ എന്തു വേണമെന്നറിയാമോ? നമുക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തിത്വം വാസ്തവത്തിൽ ഒരു സംഘാതമാണ്. ആ സംഘാതമായ ഈ വ്യക്തിത്വം, സംഘാതം എന്ന് പറയുമ്പോൾ ഒന്നിലധികം കൂടിയിട്ടുള്ള ഒരു കൂട്ടുഖണ്ഡ. അപ്പം അതിൽ ഈ ശരീരം എന്ന് പറയുന്നത് പുറമേ ഉള്ള സ്ഥൂലമായ ഒരു ഘടകമാണ്. പുറമേയുള്ള സ്ഥൂലമായ ഘടകമാണത്. അത് വാസ്തവത്തിൽ ജഡമാണ്, അചേതനമാണ്. ശരീരത്തിലുള്ള ഒരംഗവും സ്വന്തമായി പ്രവർത്തിക്കാൻ ശക്തമല്ല. അതിനെ എല്ലാ കാര്യത്തിലും പ്രവർത്തിപ്പിച്ചു വേണം. ആ പ്രവർത്തിപ്പിക്കാനുള്ളത് ഉൾവ്യക്തിത്വമാണ്. അവിടെയാണ് ചേതനയുടെ അംശം പ്രകടമായിരിക്കുന്നത്. ചേതനം എന്ന് പറയണമെങ്കിൽ അതിനെയാണ്. അതിലെന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വിഷമിക്കൊന്നും വേണ്ട. 3 ഘടകങ്ങൾ: മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ മനസ്സും ബുദ്ധിയും വളരാനാണല്ലോ വിദ്യാഭ്യാസം. അപ്പോൾ തന്നെ സാമാന്യ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മനസ്സും ബുദ്ധിയും നമ്മൾ ഉദ്ദേശിക്കുന്നതായ ഗുണമൂല്യബദ്ധതയുള്ളതാണോ എന്ന് നോക്കി സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമ്പർക്കത്തിലും നമുക്ക് വേണ്ടത്ര പരിഷ്കാരം, ധന്യത, സഭ്യത, അലങ്കാരം, സമ്പുഷ്ടി, ആകർഷകത്വം എല്ലാം വളർത്തിയെടുക്കാനുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം കൂടി 3 ഘടകങ്ങളാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവം, അത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ആർക്കും കാണാൻ പറ്റില്ല. ഒരു സാധനത്തിൻ്റെ പ്രകൃതവിശേഷം, ഇപ്പോൾ പഞ്ചസാരയ്ക്ക് മധുരം, പാലിന് വെളുപ്പ് നിറം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും ഒരു സ്വഭാവ രൂപീകരണവും സ്വഭാവ പരിവർത്തനവും ഉണ്ട്. അത് കാണാൻ പറ്റില്ല. അത് പ്രകടമാകുന്നത് ഒരുത്തൻ്റെ പെരുമാറ്റത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ്. പെരുമാറ്റം എന്ന് പറയുമ്പോൾ ആ ആൾ സ്വയമായി, ഒരാൾ എണീക്കണു, നിൽക്കണു, നടക്കുന്നു, സംസാരിക്കുന്നു, വസ്ത്രധാരണം ചെയ്യുന്നു, ഊണ് കഴിക്കണു, ഇങ്ങനെ എല്ലാറ്റിലും ഒരു പ്രകടനമുണ്ടല്ലോ. ഇത് പലതരത്തിലും ആവാം, നല്ലതുപോലെ ആവാം, അല്ലാത്ത മാതിരിയും ആവാം. അതാണ് പെരുമാറ്റം. സമ്പർക്കം എന്ന് പറയുമ്പോൾ താനല്ലാത്ത ഘടകങ്ങളും തമ്മിലുള്ളതായ ഒരു ഇടപഴകലാണ് ഈ സമ്പർക്കം എന്ന് പറയുമ്പോൾ. ഈ 3 ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ ഇതിഹാസവും പുരാണവും എല്ലാം തന്നെ. പൂർവകാലത്ത് നടന്ന സംഭവങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് അതെങ്ങനെ നടന്നു, ആര് നടത്തി, എന്തിനു വേണ്ടി നടന്നു, എന്തായിരുന്നു അതിൻ്റെ മുൻപിൽ പരിണത ഫലങ്ങൾ, ഇങ്ങനെയെല്ലാം ചിത്രീകരിച്ചു വരുന്നതാണ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെല്ലാം തന്നെ. അതിൽ ഇതിഹാസങ്ങളിലുള്ള കഥാപാത്രങ്ങൾ മനുഷ്യരാണ്. പുരാണങ്ങളിലുള്ളത് മിക്കവാറും ദേവന്മാരും ദേവിമാരുമാവും. പക്ഷേ അവർ പറയാൻ ഉദ്ദേശിക്കുന്നതും അവരുടെ ലക്ഷ്യവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സമ്പർക്കവും നമ്മുടെ സ്വഭാവവുമാണ്. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ആദ്യമേ മുതൽക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മനസ്സും ബുദ്ധിയുമാണ്. കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് സ്വയം ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരെങ്കിലും മുതിർന്നവരെങ്കിലും ആ കുട്ടികളുടെ മനസ്സ് വളരണം, നന്നാവണം, ബുദ്ധി നന്നാവണം എന്നിങ്ങനെ വിചാരിച്ച് അതിന് പറ്റിയ സാഹചര്യങ്ങളോ സമ്പ്രദായങ്ങളോ സമ്പർക്കങ്ങളോ ഒക്കെ ആ കുട്ടികളുമായി മുതിർന്നവർ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ സോബ്ലാംഗികളാണ് കൂടുതലും.
അങ്ങനെ ഒരു കാര്യമേ അവർക്ക് കയറില്ല. എന്നാലോ പ്രസവിക്കുന്നതിന് മുൻപ് നല്ല ഡ്രസ്സൊക്കെ തുന്നി ഉണ്ടാക്കി റെഡിയാക്കി വയ്ക്കും. അപ്പോൾ ശരീരത്തിനെ അലങ്കരിക്കുന്നതിൽ അവർ ശ്രദ്ധാലുക്കളാണ്. എന്നാൽ മനസ്സിനെ രൂപീകരിക്കുന്നതിലാണോ എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മയാണ് അതിന് കാരണം. അറിവില്ലായ്മ തന്നെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ അഷ്ടാവക്ര സംഹിതയിൽ ഈ മനസ്സിനെ ഊന്നി ബുദ്ധി കൊണ്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെപ്പറ്റി മാത്രമാണ് പ്രതിപാദിക്കുന്നത്. ഈ മലയാളത്തിൽ വലിയ വലിയ അബദ്ധങ്ങളൊക്കെ നമ്മുടെ പത്രങ്ങളും പുസ്തകങ്ങളും എല്ലാവരും പറയുന്നത് തട്ടി അങ്ങോട്ട് വിടും. വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരും കയറി പിടിച്ചു. ഇപ്പം പറഞ്ഞില്ലേ, ഗീത ആത്മതത്വ സമീക്ഷാ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നൊരു വാക്ക്. എന്താ കീരിക്കുക കരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രതിനിധീകരിക്കുക എന്ന് വെച്ചാൽ ആത്മതത്വ സമീക്ഷാ കമ്മിറ്റിയെ പ്രതിനിധിയാക്കിയതാണ്. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സാധനത്തിന് ലഘുവാക്കി തീർക്കുക എന്ന അർത്ഥം. അപ്പോൾ ഞാൻ ഇന്ന സംഘടനയെ പ്രതിനിധീകരിച്ചു കൊണ്ട് അങ്ങോട്ട് സംസാരിക്കണു, ഇന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് ആ സംഘടനയാണ് സംസാരിക്കേണ്ടത്. ഞാൻ എൻ്റെ പ്രാതിനിധ്യം ആ സംഘടനയ്ക്ക് കൊടുത്തിരിക്കുക, അതിനെ എൻ്റെ പ്രതിനിധിയാക്കി തീർത്തു എന്നാണ്. പക്ഷെ ശരിക്കും പറയേണ്ടത് പ്രതിനിധാനം ചെയ്തുകൊണ്ട് എന്നാണ്. എന്നാൽ മലയാളത്തിൽ ഇത് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. എന്ത് മലയാളമാണപ്പാ? എന്നിട്ട് നമുക്ക് ക്ലാസിക്കൽ പട്ടം കിട്ടിയത് പോരാന്നാണ് പറയണത്. കിലോയ്ക്ക് ഇത് എന്ത് ഭാഷയാത്? കിലോയ്ക്ക് ആകാരത്തോടും ഓകാരത്തോടും കൂടി ചേർക്കുമ്പോൾ പിതാവിന്, മാതാവിന്, കിലോവിന്, ചിക്കാഗോവിലേക്ക് എന്നല്ലേ പറയേണ്ടത്. നിങ്ങൾ വായ കൊണ്ട് പറഞ്ഞു നോക്കൂ. പഴയ കാലത്ത് ഞാൻ ഈ തൃശ്ശൂരിൽ പോകുമ്പോൾ ഒരു ദിക്കിലുണ്ടായിരുന്നു മാതായുടെ എന്ന് നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുക. മാതായുടെ. ഇതെങ്ങനെയാപ്പാ വന്നത്? അമ്മയുടെ എന്ന് കേട്ടിട്ടുണ്ടപ്പാ. ഇങ്ങനെ ഭാഷയെ കൊല്ലുന്ന പ്രയോഗങ്ങൾ പലതും ഉണ്ടപ്പാ. കൊല്ലുന്ന ഭാഷയെ. ഞാൻ വിചാരിക്കും ഇത്രയധികം പണ്ഡിതന്മാരും ഗ്രമേറിയൻസും ഒക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ, അവർക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചുകൂടെ നമ്മുടെ ഈ പദങ്ങൾ പിഴച്ചു പോകാതെ ഇരിക്കാൻ? അങ്ങനെ പിഴച്ച പദങ്ങളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സമ്മേളനമോ സംഘടനയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി അതിൽ തിരുത്തു വരുത്താൻ പത്രക്കാരെ പ്രത്യേകിച്ചും വിളിക്കുക. ഓൾ ഇന്ത്യ റേഡിയോ, അതുമാതിരി ദൂരദർശൻ ചാനലുകാരെയൊക്കെ വിളിച്ച് ഈ കാര്യത്തിൽ പാകപ്പഴ വരുത്തരുത്. ഒരാൾ പറഞ്ഞു, അത് പറഞ്ഞാൽ എല്ലാവരും ഏറ്റുപറയുക. ഞാൻ കുറേ ദിവസമായി ഇതിലൊരു ലേഖനം എഴുതണമെന്ന് വിചാരിച്ച്. ഇതുപോലെ രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ വരെ അത് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്താ അറിയോ നിങ്ങൾക്കത്? എന്ന ആ ചില്ലിൽ അവസാനിക്കുന്ന പേരുകളുണ്ടല്ലോ, രാമൻ, കൃഷ്ണൻ, ഗോപാലൻ എന്നതിൽ അവസാനിക്കുന്ന നാമശബ്ദങ്ങൾക്ക് ഷഷ്ഠി വിഭക്തി വരുന്ന സമയത്ത് രാമനുള്ള എന്ന് പറയണം. കേട്ടോ നിങ്ങളാവോ? അതായത് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? രാമനുള്ള എന്ന് പറയരുത്. രാമനുള്ള എന്ന് പറഞ്ഞാൽ എവിടെ രാമനുണ്ടോ അത് രാമൻ ഉള്ള. രാമന് ഉള്ള എന്ന് പറയുമ്പോഴേ രാമനുള്ളത് എന്ന് ആ അർത്ഥം വരുള്ളൂ. അല്ലെങ്കിൽ രാമന് ഉള്ളത് എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഒരിക്കലും രാമനുള്ളത് എന്ന് പറഞ്ഞുകൂടാ. സുഗ്രീവനുള്ള സമ്മാനം എന്താ അതിനർത്ഥം? ഏത് സമ്മാനത്തിൽ സുഗ്രീവനുണ്ടോ അതല്ലേ സുഗ്രീവൻ ഉള്ള സമ്മാനം. നേരെ മറിച്ച് സുഗ്രീവന് ഉള്ള സമ്മാനമാണെങ്കിൽ സുഗ്രീവനുള്ള സമ്മാനം എന്ന് എഴുതണം. ഡബിൾ നാ വേണം അവിടെ. ഈ നഗാരം തന്നെ നാവാണോ എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ പറയുമ്പോൾ ഒരു തമിഴ് ഛായ ഉണ്ട് അതിൽ, അറിയുന്നത്. അങ്ങനെയില്ല. ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറയണത്. സംസ്കൃതത്തിൽ പറയുമ്പോൾ നാ എന്ന് പറയും, മലയാളത്തിൽ പറയുമ്പോൾ അതിനെ നകാരമാക്കും. ഇതുവരെ വലിയ പിഴവില്ലാതെ നമ്മുടെ നാവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ തുടക്കം വരുന്ന സമയത്ത് നായ, നല്ലവൻ, നന്മ, നാരായണൻ എന്നൊക്കെ പറയും. മധ്യത്തിലോ അവസാനത്തോ നകാരത്തോ വന്നാൽ ആനനം, കാനനം, പനി. എന്നാൽ ചില പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. പന്നി എന്ന് പറയാറില്ല. അതുമാതിരി പത്നി എന്ന് പറയും. പറയേണ്ടത് പത്നീന, അങ്ങനെയല്ല, മാറി.
അപ്പോൾ സാധാരണ അതിൻ്റെ റൂള് തുടക്കമാണെങ്കിൽ നകാരം, മധ്യത്തിലോ അവസാനത്തിലോ നകാരം വന്നാൽ അതിന് നാ എന്ന് പറയേണ്ടി വരും, മറ്റത് നാ എന്ന് പറയേണ്ടി വരും. അതവിടെ ഇരിക്കട്ടെ, അത് ഉച്ചാരണത്തിൽ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ മനസ്സിൽ വളരെ വിഷമമുണ്ട് നമ്മുടെ മലയാള ഭാഷ കേടുവന്ന് പോകരുതെന്ന്. ആരെങ്കിലും ഒരാളങ്ങോട്ട് തട്ടിവിട്ടപ്പോൾ ഒരു സന്ധി എടുത്തു, ഒരു പുതിയ പ്രയോഗമൊക്കെ എഴുതി, വളരെ സൂക്ഷിക്കണ്ടേ. പിന്നെ അതുമാതിരി ഒരു വത്കരണം ഉണ്ടെനി, വത്തുകരണം, ലഘൂകരിക്കുക എന്നുള്ളതിന് ലഘുവത്കരണം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ലഘൂകരിക്കൽ വേണ്ടല്ലോ. അപ്പോൾ ഇടയിൽ അത് പറഞ്ഞ് എവിടേക്കൊക്കെ അത് കാട് കയറണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇതിൽ കേട്ടിട്ട് ചിലർക്കെങ്കിലും പണ്ഡിതന്മാർക്കും അറിവുള്ളവർക്കുമെല്ലാം ഇതിലൊരു അംശമുണ്ട്, നല്ല ഭാഗമുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കണം. ചിക്കാഗോയ്ക്ക് എന്ത് ഗ്രഹപ്പിഴാപ്പം അത്, ചിക്കാഗോയ്ക്ക് കിലോവിന് 2 രൂപ എന്നാണ് പറയുക. അങ്ങനെ ഒരു സാധനം ഇപ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ? മായാമാത്രമിതം വിശ്വം പശ്യൻ വിഗത കൗതുകഃ അഭിസന്നിഹിതേ മൃത്യൗ കഥം ത്രസ്യതി ധീരധീഹി. ഇന്നലെ ഈ മായാമാത്രമിതം വിശ്വം എന്നുള്ളതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു. ഈ ലോകം എന്തെങ്കിലും തരത്തിൽ നമുക്കതിനെ നിരൂപിക്കാം, അതിന് ഇന്നതാണെന്ന് നിശ്ചയിക്കാം എന്നുണ്ടെങ്കിൽ മായയാണെന്നേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മളെ ദർശനശാസ്ത്രം പറയുന്ന സമയത്ത് 3 തരത്തിലുള്ള സത്താവിശേഷത്തിനെ പറ്റി പറയും. വ്യാവഹാരിക സത്ത, പ്രാതിഭാസിക സത്ത, പാരമാർത്ഥിക സത്ത. ഇന്നലെ ഞാൻ പറഞ്ഞു അത് ഇല്ലല്ലോ. 3 തരത്തിലുള്ള റിയാലിറ്റി: വ്യാവഹാരിക് റിയാലിറ്റി, പ്രാതിഭാസിക് റിയാലിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾ റിയാലിറ്റി. ഇങ്ങനെ 3 എണ്ണമാണ്. ഈ പ്രപഞ്ചത്തിന് വ്യാവഹാരിക സത്യം അത്. ആ പ്രപഞ്ചത്തോട് നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കും. എല്ലാവരെയും വിളിക്കാം. ദാ നമ്മുടെ മുൻപിൽ ഒരു ഗോപുരമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നുപോയി വടക്കുനാഥനെ തൊഴാം, നിങ്ങളെല്ലാവരും വരൂ എന്ന് പറഞ്ഞ് നമുക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അങ്ങനെ എല്ലാവർക്കും കൂട്ടായി ചേർന്ന് ഒരുമിച്ച് ഒരേപോലെ കണ്ട് ഒരേപോലെ പെരുമാറി ഒരേപോലെ സമ്പർക്കം നടത്താവുന്ന തരത്തിൽ വ്യവഹരിക്കാൻ, ഇൻട്രാക്ഷൻസ്, സമ്പർക്കം സാധ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണത്. വ്യാവഹാരികത്വം ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് പരമാർത്ഥത്തിൽ ഉള്ളതല്ല എന്നേ പറയുന്നുള്ളൂ. വ്യാവഹാരിക സത്തയാണ്. ഇനി പ്രാതിഭാസിക സത്ത എന്ന് പറയുന്നത് എന്താ? ഈ വ്യാവഹാരികമായിട്ടുള്ള ലോകം എങ്ങനെ അനുഭവപ്പെടുന്നുവോ അതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് എന്ത്? സ്വപ്നത്തിലുള്ള ലോകം. ഓരോരുത്തരും സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമല്ല, അതിൽ നിന്ന് എണീക്കുമ്പോഴാണ് അതിനെ നമ്മൾ സ്വപ്നമായിരുന്നു എന്ന് പറയണത്. സ്വപ്നമാണ് എന്ന് പറയൽ ഒരിക്കലും ഇല്ല. അത് നടക്കുന്ന സമയത്ത് ജാഗ്രത അനുഭവങ്ങൾ എങ്ങനെയോ അതേപോലെയുള്ള അനുഭവങ്ങളാണ് സ്വപ്നത്തിൽ നമുക്കുണ്ടാവുന്നത്. പക്ഷേ ജാഗ്രതയിൽ നിന്ന് എണീക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല ഈ സാധാരണ നിലയ്ക്ക്. സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നതോടുകൂടി ആ സ്വപ്ന വസ്തുതകൾ മുഴുവനും ഭപ്പ് എന്നങ്ങോട്ട് പോയി. അപ്പോൾ എന്താണ് ഈ സ്വപ്നമായിരിക്കണേ എന്ന് ചോദിച്ചാൽ പുറമേ നിന്നൊരെണ്ണമല്ല, നമ്മുടെ ഉള്ളിലുള്ള മനസ്സോ നമ്മുടെ ഉള്ളിലുള്ള ഉണർവോ ആണ് ഈ സ്വപ്നം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രതിഭാസത്തിൽ എന്ത് പ്രതിഭാസിക്കുന്നുവോ അത് മാത്രമേ അവിടെയുള്ളൂ. സ്വപ്നമായി രൂപാന്തരപ്പെട്ട് മനസ്സേ നമ്മുടെ ഉള്ളിലുള്ളൂ. ആ മനസ്സ് കാണിച്ചു തന്നത് മുഴുവനും അവിടെ ഇല്ലാത്തതാണ്. അപ്പോൾ ഒരു വസ്തു മറ്റൊരു തരത്തിൽ പ്രതിഭാസിക്കുന്നതിനെയാണ് പ്രാതിഭാസിക സത്ത എന്ന് പറയുന്നത്. ഒരു കയറിനെ ശരിയായ വെളിച്ചമില്ലാത്ത സമയത്ത് കാണുമ്പോൾ പാമ്പാണെന്ന് നമുക്ക് തോന്നും. മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് മൃഗതൃഷ്ണയുണ്ടാവുന്നു. അവിടെ ദൂരത്ത് കാറ്റുണ്ട്, ചൂടുണ്ട്, മണലാരണ്യമുണ്ട്. ഇതെല്ലാം കൂടിയാൽ അവിടെ വെള്ളമുണ്ട് എന്നൊരു തോന്നൽ ഇങ്ങോട്ട് വരിക. അടുത്ത് ചെല്ലുമ്പോൾ അവിടെ വെള്ളമൊന്നും കാണില്ല. നട്ടുച്ചയ്ക്ക് ടാറിട്ട റോട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ദൂരത്ത് നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒലിക്കണമാതിരി തോന്നും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും അത് കാണില്ല. അപ്പോൾ അവിടെ വെള്ളമായത് എന്താ? ടാർ റോഡാണ് ആയത്, കാറ്റാണ് ആയത്, സൂര്യൻ്റെ ഉഷ്ണകിരണങ്ങളാണ് ഇവിടെ വെള്ളമായത്. അപ്പോൾ സൂര്യൻ്റെ ചൂടും ടാറിൻ്റെ കറുപ്പും വായുവിൻ്റെ അനക്കവും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇതൊന്നുമല്ലാത്ത ഒരു പ്രോഡക്റ്റ്
ഒരു വസ്തു അവിടെ ഉണ്ടായി, അതാണ് ജലം. അതിനെയാണ് പ്രാതിഭാസിക സത്ത എന്ന് പറയുന്നത്. പാരമാർത്ഥികം എന്ന് പറഞ്ഞാലോ, എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്ന ഒന്നുണ്ട്, അതാണ് ഈ ഞാൻ. നമ്മൾ ജനിച്ചതിന് ശേഷം എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ ആ കാലം മുഴുവനും എത്ര സുഖമനുഭവിച്ചാലും ദുഃഖമനുഭവിച്ചാലും എന്തെല്ലാം നമുക്ക് സംഭവിച്ചാലും ഞാൻ എന്ന് പറയുന്നത് തെല്ലും മാറുന്നില്ല. ഞാനിതൊക്കെ അനുഭവിച്ചു, കഷ്ടപ്പെട്ടു, വിഷമായിരുന്നു, അതൊക്കെ ആയാലും ഞാൻ വേണം അവിടെ അനുഭവിക്കാൻ. ഞാനില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിച്ചതിന് ശേഷവും ഞാനുണ്ട് അത് പറയാൻ. അപ്പം ഞാൻ എന്നുള്ളതിന് ഒരു മാറ്റവും വരാതെ ഒരുപോലെ നിൽക്കുന്ന സത്താവിശേഷം ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് പാരമാർത്ഥികം. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറയണം? മായാമാത്രമിതം വിശ്വം എന്ന് പറഞ്ഞേ നമുക്ക് നിരൂപിക്കാനോ നിശ്ചയിക്കാനോ പറ്റുള്ളൂ. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രഭാതരശ്മിക്ക് ഇംഗ്ലീഷിൽ ഞാൻ ഈ വിഷയമാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. നിങ്ങളൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്. മായാമാത്രമിതം വിശ്വം പശ്യൻ വിഗത കൗതുക. നിങ്ങൾക്ക് എന്തിനോട് ഭ്രമം തോന്നുന്നുവോ, എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിന് ശരിയല്ലാത്ത ആകർഷണം തോന്നി, എന്തൊക്കെ ഉണ്ടെങ്കിലും ഓർമ്മ വെച്ചോളൂ. എന്തിനോട് ആകർഷണം തോന്നുന്നുവോ അത് മായാമാത്രമാണ് എന്ന്. ആ മായാമാത്ര വിലാസമാണ് എന്ന് മനസ്സിൽ നിങ്ങൾ ധരിച്ച് കാണുമ്പോൾ പ്രകൃത്യാ നമ്മുടെ ആകർഷണത്തിന് കനം കുറയും. ആകർഷണം തോന്നുന്നത് മനസ്സിലാണ്. മനസ്സിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനുള്ളത് ബുദ്ധിക്ക് മാത്രമാണ്. ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനാത്മകമാണ്, അറിവാണ് അതിൻ്റെ സ്വരൂപം. അത് തേടുന്നത് അറിവാണ്. അറിവിലാണ് അതിന് തൃപ്തി, അറിവിലാണ് അതിന് സാഫല്യം. അപ്പോൾ ബുദ്ധി ആവശ്യപ്പെടുന്നത് എപ്പോഴും ജ്ഞാനം, അറിവാണ്. ആ ബുദ്ധിക്ക് തോന്നുന്ന അറിവോടുകൂടി ഗ്രഹിക്കുമ്പോൾ പ്രകൃത്യാ നിർബന്ധപൂർവം മനസ്സിലുള്ള ആകർഷണമോ വികർഷണമോ കുറയുകയായി. വിവേക ചൂടാമണിയിൽ ഒരു സ്ഥലത്ത് പറയാണ്, ആര്? ശങ്കരാചാര്യൻ. അത്യന്തകാമുകസ്യാപി വൃത്തി കുണ്ഠതി മാതരീന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ മിണ്ടാത്തെ? അത്യന്തകാമുകസ്യാപിന്ന്. ഒരു കാമുകൻ, അത്യന്തകാമുകൻ, കാമവൃത്തി ഇങ്ങനെ ഉത്കടമായി ശക്തമായിരിക്കുന്നു. ആ സമയത്ത് എന്തെങ്കിലും കാരണത്താൽ അമ്മ അടുത്തു വന്നാലോ, കുണ്ഠതി മാതിരി, ആ വൃത്തി മുഴുവനും ഉപശമിച്ചു അവിടെ. അത് പ്രകടമാവില്ല അമ്മ അങ്ങോട്ട് അടുത്തു വരുമ്പോൾ. അതുപോലെയാണ് ഈ ഞാൻ എന്നതാണ് ഇതിൽ ശരിയായ സത്യം. അതല്ലാത്തതൊക്കെ പ്രാതിഭാസികവും മറ്റു പ്രകാരത്തിലും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ പാരമാർത്ഥികതയിൽ നിങ്ങൾക്കൊരുറപ്പ് ഓർമ്മ വന്നാൽ പ്രകൃത്യാ മറ്റുള്ളതിനൊക്കെ ബലം കുറയുന്ന പറയുന്നത്. തഥൈവ ബ്രഹ്മണി ജ്ഞാതേ പൂർണ്ണാനന്ദേ മനീഷിനാന്ന്. ഈ വേദാന്തികൾ തിരഞ്ഞെടുക്കുന്ന ഉദാഹരണം ഉണ്ടല്ലോ, വളരെ വളരെ വിശേഷപ്പെട്ടതാ. ആ ഉദാഹരണത്തിൻ്റെ മുൻപിൽ, മാതൃകയുടെ മുൻപിൽ എല്ലാവർക്കും തല കുനിക്കുകയല്ലാതെ നിവർന്നു നിൽക്കാൻ പറ്റില്ല. നോക്കൂ, ശങ്കരാചാര്യൻ പറഞ്ഞത് എന്താണ്? അത്യന്തകാമുകനായാൽ പോലും ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാമവൃത്തി അമ്മ അടുത്തങ്ങോട്ട് വന്നു പ്രത്യക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ തന്നെത്താനെ ഒളിഞ്ഞു പോയി കളയുന്നവർ. അതുപോലെയാണ് സത്യത്തിൻ്റെ ബലം. സത്യത്തിൻ്റെ ബലം നിങ്ങളുടെ മനസ്സിൽ ആ സത്യബോധം അങ്ങോട്ട് വന്നു എന്നിരിക്കട്ടെ, അസത്യത്തോടുള്ള പൈശാചികമായിരിക്കുന്ന സമീപനം മുഴുവനും തന്നെത്താനെ ലജ്ജിച്ച് കുണ്ഠിതപ്പെട്ട് പിന്നാക്കം മാറും. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയ ആഗതോ ഭോഗോ ന ദുഃഖായ ന തുഷ്ടയേ. ഇതാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അന്തസ്ത്യക്തകഷായസ്യ, നിങ്ങൾ ഇത്ര മോശ, എനിക്ക് കേൾക്കണേ ഇല്ലല്ലോ. അന്തസ്ത്യക്തകഷായസ്യ, എല്ലാവരുടെ കയ്യിലും ഞങ്ങൾ അച്ചടിച്ച് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കണ്ണില്ലേ കാണാൻ? ഇത് നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കാനാണ് ഞാൻ ചൊല്ലണത്. ഇനിയിപ്പോൾ നിങ്ങൾ ചൊല്ലണില്ലെങ്കിൽ ഞാനും ചൊല്ലണില്ല. നല്ലൊരു തീരുമാനം എടുക്കണം. അന്തസ്ത്യക്തകഷായസ്യ
अन्तस्त्यक्तकषायस्य നിർദ്വന്ദ്വസ്യ നിരാശിഷഃ निर्द्वन्द्वस्य निराशिषः യദൃച്ഛയാഗതോ ഭോഗോ यदृच्छयागतो भोगो ന ദുഃഖായ ന തുഷ്ടയേ. न दुःखाय न तुष्टये യദൃച്ഛയാഗതോ ഭോഗോ ന ദുഃഖായ ന തുഷ്ടയേ. നോക്കൂ, അഷ്ടാവക്ര സംഹിത പല വിധത്തിലുള്ള ചിന്താധാരകളെ കൂട്ടിച്ചേർത്താണ് അഷ്ടാവക്രം തനിക്ക് പറയാനുള്ളത് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ടുവരികയാണ് ഒരേ ഒരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് അതിന് സംഹിത എന്നുള്ള പേര് വന്നത്. സമാനമായിരിക്കുന്ന ചിന്താധാരകൾ എത്രയെല്ലാം അന്ന് ഉണ്ടായിരുന്നുവോ, മനസ്സിൽ തോന്നുന്നുവോ, അതിനെയെല്ലാം കൊണ്ടുവന്ന് നിരത്തി താൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചിന്താഗതിയെ ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് ബലപ്പെടുത്തി പല വിധത്തിലും പ്രതിപാദിച്ച് മനുഷ്യരെ അങ്ങോട്ട് ഗ്രഹിപ്പിക്കുക. അതാണ് ഉദ്ദേശം. അന്തഃ ത്യക്തകഷായസ്യ, ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ ഒരു പിഴവുമില്ല. അസ്സലായിട്ട് ജീവിച്ചോളൂ, സന്തോഷമായിട്ട് ജീവിച്ചോളൂ, ഒരു വിധത്തിലും കുഴപ്പമില്ലാതെ ജീവിച്ചോളൂ. നല്ലോണം പോലെ സംസാരിക്കൂ, മിതമായി നല്ല സ്വാദോടുകൂടി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കൂ, വേണ്ടതുപോലെ ഉറങ്ങൂ, എണീറ്റിരിക്കൂ, പ്രവർത്തിക്കൂ, ചങ്ങാതിമാരുണ്ടാവട്ടെ, കുടുംബത്തിലെ മിതമായ ഒരു കുടുംബം, നല്ല കുടുംബം, ഭംഗിയായിട്ട് ജീവിക്കൂ, അധ്വാനിക്കൂ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷിക്കൂ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഇടയിലൊരു 2 ശ്ലോകം ഇട്ടിട്ടൊരു ചാട്ടം ചാടി. നമ്മൾക്കപ്പോൾ ആദ്യം ഇനി എടുക്കാനുള്ളത് 3:12 എടുക്കാനുള്ളത്. അതെടുക്കാം. 3:12. നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ തസ്യാത്മജ്ഞാനതൃപ്തസ്യ തുലനാ കേന ജായതേ. നിസ്പൃഹം മാനസം യസ്യ निःस्पृहं मानसं यस्य നൈരാശ്യേപി മഹാത്മനഃ नैराश्येऽपि महात्मनः തസ്യാത്മജ്ഞാനതൃപ്തസ്യ तस्यात्मज्ञानतृप्तस्य തുലനാ കേന ജായതേ. तुलना केन जायते. നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ തുലനാ കേന ജായതേ. ഒരു ആത്മജ്ഞനെയോ തത്വജ്ഞനെയോ ആത്മജ്ഞാനിയെയോ പലതരത്തിലും നമുക്ക് ചിത്രീകരിക്കാം, വിവരിക്കാം, വർണ്ണിക്കാം. അതിൽ ഒരു വിവരണമാണ് അഷ്ടാവക്ര മഹർഷി ഈ ശ്ലോകത്തിൽ നൽകുന്നത്. തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ, ആത്മജ്ഞാനം കൊണ്ട് പൂർണ്ണമായി തൃപ്തി വന്ന ആ ആൾക്ക് തുലനാ കേന ജായതേ, ആ ആളെ ഒന്നിനോടും ഒരാളോടും തുലനം ചെയ്ത് സാദൃശ്യപ്പെടുത്തി പറയാൻ പറ്റില്ല എന്നാണ് പറയണത്. ആ ആളുടെ സമ്പ്രദായം എന്താ കേട്ടോളൂ. നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ. നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാ. ഓരോ പദത്തിനും വലിയ അർത്ഥമാണ് ഇവിടെ. ചുരുങ്ങിയ കാര്യങ്ങളെ ഓരോ ശ്ലോകത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ വളരെ ഗഹനമാണ്, ആഴമുള്ളതാണ്, ഗാഢമാണ്. ആരുടെ മനസ്സാണോ നിസ്പൃഹമായിരിക്കുന്നത് എന്ന്, സ്പൃഹ എന്ന് പറഞ്ഞാൽ ആശ. അപ്പം നിസ്പൃഹമായ മനസ്സ് ആർക്കുണ്ടോ, എന്തിലാ നിസ്പൃഹം എന്ന് പറഞ്ഞാൽ ഒന്നിലുമില്ല ആശ. ആ ഒന്നിലുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് നൈരാശ്യേപി മഹാത്മനഃ. സാധാരണ നമുക്കൊക്കെ ഒരഭിപ്രായമുണ്ട്. എന്ത്? മോക്ഷം വേണം, ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി വേണം. ഭക്തന്മാർക്ക് ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി വേണം എന്ന് പറഞ്ഞാൽ ആ ഭക്തി തന്നെ വലിയൊരു ഭ്രാന്തായിത്തീരും. അപ്പം ശരിയായിട്ടുള്ള നില എന്താ? ഭുക്തി വേണ്ട. അതുപോലെ ഭുക്തിയില്ലാത്തതിനാൽ എനിക്ക് പ്രത്യേകിച്ച് ഭക്തിയും വേണ്ട. ഭുക്തിയില്ലല്ലോ, അപ്പം ഭക്തിയുടെ ആവശ്യമില്ല. അങ്ങനെ ഭുക്തി എങ്ങനെ വേണ്ടാന്ന് തോന്നുന്നുവോ അതുപോലെ തന്നെ ഭക്തിക്ക് പ്രസക്തിയില്ലാതെയായിത്തീരുന്ന ഒരു വിശേഷപ്പെട്ട ദ്വന്ദ്വത്തിന് അതീതമായിട്ടുള്ള ഒരു നിലയാണത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നൈരാശ്യേപി മഹാത്മനഃ. നമുക്ക് സാധാരണ ആശ അനവധി ആശയാണ്.
ആ ആശയുള്ളത് കൊണ്ടാണ് നാം അഭിലഷിക്കുന്നത്. എനിക്ക് ഒരാശയും ഉണ്ടാവരുത്, ഒരാശയും ഉണ്ടാവരുത്. ആ ഒരാശയും ഇല്ലാത്ത നിലയ്ക്കാണ് നൈരാശ്യം 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 എന്ന് പറയുന്നത്. നൈരാശ്യം എന്ന് പറയണത് ഒരാശയും ഇല്ലാത്ത നിലയാണ്. അപ്പം ആശ വേണ്ട എന്ന് തോന്നണു എന്ന് വെച്ചാൽ നൈരാശ്യം വേണം എനിക്ക് എന്ന് തോന്നലാണ്. ഇവിടെ പറയാണ് നൈരാശ്യേപി മഹാത്മനാന്ന്. ആശയില്ല. അപ്പം ആശയില്ലാത്തപ്പോൾ പിന്നെ എന്തിനാ നിരാശ എന്നുള്ളൊരു നില വേണം എന്ന് പറയണത്? ആശയുള്ളപ്പോഴല്ലേ അതിന് വിപരീതമായിട്ടുള്ളൊരു നില അഭിലഷിക്കുന്നത്. ആശയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിരാശയെ പറ്റിയിട്ട് ചിന്തിക്കണത്? അങ്ങനെ രണ്ടും ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു നിലയാണ് ശരിയായിട്ടുള്ളത്. ഇതിനെയാണല്ലോ കൃഷ്ണൻ നിർദ്വന്ദ്വസ്യ എന്നൊക്കെ പറയണത്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമാത്മവാൻ. ആദ്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയതാ. വേദങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്നത് എന്താണ്? ത്രിഗുണമയമായ കാര്യങ്ങളാണ്. നീ എന്തു വേണം അർജുന? നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. ഗുണങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ, സത്വം രജസ് തമസ്, ഈ ഗുണകാര്യങ്ങൾ എല്ലാറ്റിനെയും നീ വേണ്ട എന്ന് പറഞ്ഞ് തള്ളണം. അങ്ങനെ തള്ളുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിർദ്വന്ദ്വസ്യ, നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അപ്പോൾ ഇതിന് വലിയൊരു പ്രസക്തിയാണപ്പോൾ. നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് വേണം ഇത് ഗ്രഹിക്കാൻ. ഈ ലോകം ലോകം എന്ന് പറയുന്ന ഭ്രമവും ആ മോഹവുമൊക്കെ ഉള്ളപ്പോഴാണ് ആ ഭ്രമത്തിൽ നിന്നും മോഹത്തിൽ നിന്നും നമുക്ക് മുക്തി കിട്ടണം, മുക്തി കിട്ടണം എന്ന് പറയണത്. ലോകം ഒരു ഭ്രമവും നമ്മൾ ജനിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിൽ നിന്നാണ് മുക്തി? മുക്തി അപ്രസക്തമായി തീരുന്നു, പ്രസക്തി ഉണ്ടാവില്ല അതിന്. അതാണ് ഇവിടെ പറയണത്. നിസ്പൃഹം മാനസം യസ്യ. ആരുടെ മനസ്സാണോ തികച്ചും നിസ്പൃഹമാകുന്നത്, സ്പൃഹയില്ലാതാകുന്നത്, അതിലെന്തൊക്കെ പെടണം? സർവ്വ ആശകളും വേണ്ടാന്ന് തോന്നണം. ഇഹലോകം വേണ്ട, പരലോകം വേണ്ട, പാതാളലോകം വേണ്ട, മറ്റൊന്നും വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ ഈ ഒന്നുമില്ലായ്മ എന്നൊന്നുണ്ടല്ലോ, അതും എനിക്ക് വേണ്ട. എല്ലാം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്താ ഒന്നുമില്ലായ്മ? ഈ പൂജ്യം എന്ന് പറയണത് കണക്കിലെ ഒരു നമ്പറാണ്. ഈ പൂജ്യത്തിന് എപ്പോഴാണ് പ്രസക്തി? 1 മുതൽക്കുള്ള നമ്പർ ഉള്ളപ്പോഴാണ്. ബാക്കിയുള്ള നമ്പറൊക്കെ പോയാൽ പിന്നെ പൂജ്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ പൂജ്യത്തിനും പ്രസക്തിയില്ലാതെയായിത്തീരും. അതുപോലെ നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ തുലനാ കേന ജായതേ. അങ്ങനെ ആശകൾ വേണ്ട എന്ന് തോന്നുന്നത് പോലെ നിരാശയിൽ പോലും ഒരഭിലാഷവും ഇല്ലാത്തതായ വിശേഷപ്പെട്ട ഒരു മുക്തഹൃദയന്, ആ ആളുടെ ആ ഹൃദയത്തിൽ പരിലസിക്കുന്ന പരിശോഭിക്കുന്ന മുക്തിയെക്കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ തുലനം ചെയ്ത് നിങ്ങളെ പറഞ്ഞു തരികയെന്ന്. തുലനാ കേന ജായതേ, കേന ജായതേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊരു പ്രത്യയമാണപ്പാ. ദിസ് ഈസ് എ കോൺസെപ്റ്റ്. Unless you probe further, think further, at least come along with me when I am explaining, this concept will not become relevant to your thought process. നിങ്ങളുടെ ചിന്താധാരയിൽ ഇങ്ങനെയുള്ള ഘടകങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിനൊപ്പം നിങ്ങൾ ചിന്തിച്ച് ഉയർന്നു വരണം. അവിടെ ഒരു വാതിലും നിങ്ങൾ അനുവദിക്കരുത്, ഒരു മതലും നിങ്ങൾ അനുവദിക്കരുത്. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിടുക. പറയുന്നതായ പ്രത്യയങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ട് അങ്ങനെ വളർന്ന് പോവുക. എല്ലാം നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും പിടികിട്ടുന്ന കാര്യങ്ങളാണ്. യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജനക മഹർഷി പറയും, ജനകാനൻ മഹർഷി എന്നാണല്ലോ പറയുക. ആ ജനക മഹാരാജാവിനോടാണ് സംസാരിക്കുന്നത്. ആര്? അഷ്ടാവക്ര മഹർഷി. യോഗവാസിഷ്ഠ രാമായണത്തിൽ ആരാ? അയോധ്യയിലെ ആ രാജകുമാരൻ ശ്രീരാമൻ, 16 വയസ്സ് പ്രായം. ആ കുട്ടി ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി ഭാരതത്തിലുള്ള ചരിത്രങ്ങൾ മുഴുവൻ കണ്ടറിഞ്ഞതോടുകൂടി മനസ്സിലുള്ള സമാധാനവും സന്തോഷവും പമ്പ കടന്നു. കുളിക്കില്ല, ഊക്ക് കഴിക്കില്ല, അച്ഛനമ്മമാരെ പോയി കാണില്ല. പലർക്കും പലതരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അതൊന്നും കൊടുക്കുന്നില്ല. സംസാരിക്കില്ല, മിണ്ടാണ്ടിരിക്കണു. അങ്ങനെ ഒരു നില വന്നു. ആ നില വന്ന സമയത്താണ്
വസിഷ്ഠൻ മനസ്സിലായി, അടുത്തേക്ക് വിളിച്ച് എന്താ എൻ്റെ രാമ നിനക്കുള്ള വിഷമം എന്ന് ചോദിച്ചത്. അപ്പോൾ രാമൻ മനസ്സിലുള്ള വിഷമം പറഞ്ഞത് മുഴുവനും വാൽമീകി മഹർഷി പകർത്തി വച്ചിട്ടുണ്ട്. ജഗദ്ദോഷപ്രകാശം, വൈരാഗ്യപ്രകരണം എന്നൊക്കെയാണ് അതിന് പേര്. മുതിർന്നവരെല്ലാവരും ഈ ലോകത്ത് എല്ലാവർക്കും കൂടി പറയാനുള്ളത് എന്തോ അത് മുഴുവനും അവിടെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കേണ്ടതാ, അതിലില്ലാത്ത വൈരാഗ്യ ഘടകങ്ങളെ ഉണ്ടാവില്ല. അങ്ങനെ രാമൻ പറഞ്ഞത് മുഴുവൻ കേട്ട് അതിന് മറുപടി ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പറയാണ്, ബന്ധോ ഹി വാസനാ ബന്ധോ മോക്ഷസ്യാദ് വാസനാക്ഷയഃ. ബന്ധോ ഹി വാസനാ ബന്ധോ മോക്ഷസ്യാദ് വാസനാക്ഷയഃ. വാസനാം ത്വം പരിത്യജ്യ മോക്ഷാർത്ഥിത്വമപി ത്യജ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? ബന്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയോ എൻ്റെ പൊന്നുരാമ? വാസനാബന്ധമാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹമാണ് ബന്ധം, മനസ്സല്ല ബന്ധം. മനസ്സ് ബന്ധമല്ല. കാറ്റുണ്ട്, ആ കാറ്റ് നമുക്ക് ബന്ധനമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അതിശക്തമായിട്ട് ഊതിയാലോ ബന്ധനമായി. ആ കാറ്റ് മലിനമായി അതിൽ ജീവവായുവിൻ്റെ അംശം കുറഞ്ഞു, വിഷാംശങ്ങൾ കൂടിയെന്നുണ്ടെങ്കിലോ അപ്പോൾ വായു തകരാറായി. വായു അല്ലെങ്കിൽ ഒരു തകരാറുമല്ല, ധാരാളം വായു വേണം. അതിങ്ങനെ മന്ദമാരുതനായാലും വീശിക്കൊണ്ടിരിക്കണം. എവിടെയെല്ലാം പുഷ്പങ്ങൾ പൂക്കുന്നുവോ വികസിക്കുന്നുവോ സുഗന്ധങ്ങളുണ്ടോ അതെല്ലാം ശേഖരിച്ച് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് ഇങ്ങനെ ഫ്രീ ആയി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. അതാണ് നമുക്ക് ആവശ്യം. ആ വായു എങ്ങനെ നമുക്ക് സഹായം അത്യന്താപേക്ഷിതം. അതുപോലെ നമ്മുടെ മനസ്സ് ഒരു തരത്തിലുള്ള അപകടവുമുള്ളതല്ല, വളരെ വിശേഷപ്പെട്ട മനസ്സാണ്. ഞാൻ എപ്പോഴും പറയും മനസ്സൊരു നിധിയാണെന്ന്. മനസ്സൊരു നിധിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിധിയാണെന്ന്. ആ മനസ്സിനെ നിധിയായി കണ്ട് അതിനെ നിധിയാക്കി തന്നെ വളർത്തി ഒരു നിധി സൂക്ഷിക്കുന്നത് പോലെ നിങ്ങൾ സൂക്ഷിക്കണം ആ മനസ്സിനെ. പക്ഷേ മനസ്സിൻ്റെ അവിടേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. പ്രതിദിനം നിങ്ങൾ പൊട്ടിടാനും പൗഡർ പൂശാനുമായി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും. അത് മുഖം കാണാനാണ് അവിടെ ചെന്ന് നിൽക്കണത്. നിങ്ങൾ എവിടെയാണ് ചെന്ന് നിൽക്കണത്? മനസ്സ് കാണാൻ. ഒരു 15-20 മിനിറ്റ് വാതിലടച്ച് ജനാലി അടച്ച് തന്നെ ഒരു മുറിയിലിരുന്ന് തൻ്റെ ഉള്ളൊന്ന് പരിശോധിച്ച് നോക്കുക എന്നൊരു സമ്പ്രദായം, തൻ്റെ ആത്മസൗന്ദര്യം ഒന്ന് അനുഭവിക്കാനായിട്ട് ആരെങ്കിലും പരിശ്രമിക്കാറുണ്ടോ? ഇല്ല. എങ്ങനെയാണ് നേരെയാവുക? നേരെയാവില്ല. പൗഡർ പൂശിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കാണാം. നല്ല പൊട്ടുവിട്ട് അവർ കണ്ടോട്ടെ, അവർ സന്തോഷമായിക്കോട്ടെ. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു കണ്ണാടിയും കൊണ്ട് നടക്കണം, അപ്പോൾ പെരണ്ട് വീഴുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താ വേണ്ടത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂപ്പാ. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ സുഭകവും സുന്ദരവുമാക്കേണ്ടത്. ചാരുത മുഴുവൻ മനസ്സിന് നൽകണം. മനസ്സിനെ അലങ്കരിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യൂ, ധന്യമാക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യൂ, ബലിഷ്ഠമാക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യൂ. ആ വഴിക്കാകട്ടെ നമ്മുടെ ചിന്തയെങ്കിലും. അപ്പോൾ ഇവിടെ പറയണു ബന്ധോ ഹി വാസനാ ബന്ധോ. ആ മനസ്സ് വാസനാനിർഭരം. വാസന എന്ന് പറഞ്ഞാൽ ആശ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ആശ, അതിൻ്റെ സ്ഫുരണത്തിനെയാണ് ഈ വാസന എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന വാസനയല്ല, മണമല്ല. ബന്ധോ ഹി വാസനാ ബന്ധോ മോക്ഷസ്യാദ് വാസനാക്ഷയഃ. എത്ര വാസനകളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സിൽ അത്ര കനപ്പെട്ടതാണ് നിങ്ങളുടെ ബന്ധനം. ഈ വാസനകൾ ഇല്ലാതെയായാലോ വാസനാക്ഷയം. വാസനകൾ ഒന്നൊന്നായി ഈ പ്രപഞ്ചം മുഴുവൻ മായാസ്വരൂപമാണ്. ഇതിനോട് ആകർഷണമോ വികർഷണമോ പുലർത്തിയിട്ട് കാര്യമില്ല. ഈ പ്രപഞ്ചം എന്തിൻ്റെ സ്ഫുരണമാണ്? നമ്മുടെ ആത്മാവിൻ്റെ സ്ഫുരണമാണ്. ആത്മാവല്ലാതെ ഒന്നും അതിലില്ല. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് സേ. ഞാൻ ഇന്നലെ പറഞ്ഞു ഗോപുരത്തിൻ്റെ കാര്യം. ഈ ഗോപുരത്തിനെ ഞാൻ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നോടൊന്ന് പറയൂ അപ്പാ, ഈ ഗോപുരത്തെ കാണിച്ചു തരുന്നത് ആരാണ്? എൻ്റെ ശരീരത്തിനെ വിട്ട് പുറമേയുള്ള ഏതെങ്കിലും 1 മില്ലിമീറ്റർ അകലെയുള്ള ഒരു വസ്തുവാണോ ഈ ഗോപുരത്തിനെ കാണിച്ചു തരുന്നത്? അതോ കണ്ണിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ മനസ്സ് കാണിച്ചു തരുന്നുവോ? ഒന്ന് പറയണപ്പാ.
എൻ്റെ മനസ്സിലുള്ള പ്രതിഫലനമല്ലേ ഈ ഗോപുരം. മനസ്സ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സ്ഫുരണമാണല്ലോ. അപ്പം എൻ്റെ ആത്മാ അതിൻ്റെ വൈഭവത്താൽ വർണ്ണശബളമായിരിക്കുന്ന പ്രപഞ്ചത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രതിഭാസിപ്പിച്ച് നിങ്ങൾക്ക് അനുഭവിപ്പിച്ച് തരുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പം ഈ പ്രപഞ്ച വസ്തുക്കളിൽ ആത്മാവിലില്ലാത്തൊരഴക് ഉണ്ടാകുമോ? എന്താ മിണ്ടാതെ? ഒന്നോ രണ്ടോ ആള് പറയുന്നുണ്ട്. ഈ ആത്മാവിൽ ഇല്ലാത്തൊരഴക് ഈ ആത്മാവ് പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളിൽ ഉണ്ടാകുമോ? അപ്പം പിന്നെ ഈ വസ്തുക്കളോട് എന്തിനാ ഭ്രമം? നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ പറയുന്നത്? തത്വവിചാരത്തിൻ്റെ മുൻപിൽ ഒരാൾക്കും ചൂളിപ്പോവാൻ പറ്റില്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ ഗോപുരത്തിൻ്റെ അഴക് മുഴുവൻ കാണിച്ചു തരുന്നത് കണ്ണിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ ഉള്ളുണർവാണ്, ശുദ്ധബോധമാണ്. അപ്പം ആ ബോധത്തിൻ്റെ മഹിമയാണ് ഞാൻ ഈ കാണുന്ന വർണ്ണവിലാസം മുഴുവനും. അപ്പം ഈ ആത്മാവിലില്ലാത്ത ഒരഴകോ ഒരാകർഷണമോ പുറം വസ്തുക്കൾക്ക് സ്വയം സ്വതന്ത്രമായി ഉണ്ടാകുമോ? ഈ വസ്തുത മനസ്സിലാക്കിയാൽ വാസനകൾ തന്നെ പമ്പ കിടക്കില്ലേ? ബന്ധോ ഹി വാസന ബന്ധോ മോക്ഷസ്യാദ് വാസനാക്ഷയ. അതുകൊണ്ട് നീ എന്തു വേണം രാമ? വാസനാം ത്വം പരിത്യജ്യ. വാസനകളെ മുഴുവൻ വിവേകപൂർവം ബലത്തോടുകൂടി ഉപേക്ഷിച്ചോളൂ. അങ്ങനെ ഉപേക്ഷിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താ? പരമസുഖം, പരമലാഭം, പരമസന്തോഷം. ഇപ്പം സന്തോഷം വിഘ്നപ്പെട്ട് ഇന്ദ്രിയങ്ങളാൽ മുറിച്ചാണ് ഈ ഒരു ചെറിയ ഗോപുരത്തിൻ്റെ അഴക് കാണിച്ചു തരുന്ന കണ്ണ്. ഈ അഴക് കാണിച്ചു തരുന്ന കണ്ണ് ഒട്ടാകെയുള്ള അഴകിൻ്റെ ഇൻഫിനിറ്റെസിമൽ പാർട്ടേ കാണിച്ചു തരുന്നുള്ളൂ ഈ ഗോപുരം വഴി. പ്രപഞ്ചം എത്ര കണ്ട് എത്ര കണ്ട് വികസിതമാണത്. അപ്പം നമ്മുടെ ആത്മമണ്ഡലത്തിൽ പൂർണ്ണമായി ഒന്ന് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ കാണാൻ പോകുന്ന ആ ആകർഷണമോ ആനന്ദമോ ആ സാഫല്യമോ അത് വളരെ വളരെ അതിർത്തിയില്ലാത്തതാണപ്പാ. നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പുറത്ത് ഒരു വസ്തുക്കളെയും തേടേണ്ടതില്ല. സന്തോഷം എന്ന് പറയുന്നത് മനസ്സ് വികാരരൂപത്തിൽ ജനിപ്പിക്കുന്നതാണ്. സന്തോഷത്തിൻ്റെ ഉടമസ്ഥൻ മനസ്സാണ്. മനസ്സോ ആത്മാവിൻ്റെ സ്ഫുരണമാണ്. അപ്പോൾ സർവ്വസന്തോഷവും ആത്മാവിൻ്റെയാണ്. ആത്മസന്തോഷമാണ് ഈ പ്രപഞ്ചത്തിൽ ഒന്നൊന്നായി നമ്മൾ അനുഭവിക്കുന്നത്. ഈ വസ്തുത മനസ്സിലാക്കി വാസനാം ത്വം പരിത്യജ്യ. വാസനകളെ മുഴുവൻ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ മോക്ഷാർത്ഥിത്വമഭിത്യജ. ഉടനെ നിർത്തണം, പിന്നെ നിനക്ക് മോക്ഷത്തിൻ്റെ ആവശ്യമില്ല. വാസനകൾ പോയിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷം അപ്രസക്തമാണ്. പിന്നെ എന്താ പ്രസക്തി? നീ മുക്തനായിക്കഴിഞ്ഞു. മുക്തിയാണ് പിന്നെ അനുഭവിക്കുന്നത്. പിന്നെ മുക്തിക്ക് വേണ്ടി അഭിലഷിക്കരുത്. എത്തേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ നടന്നാൽ എന്തുണ്ടാവും അറിയില്ലേ? എത്തേണ്ട സ്ഥലം എത്തിയിട്ട് പിന്നെയും നടന്നാൽ എന്തുണ്ടാവും? ഓരോ അടി വയ്ക്കുമ്പോഴും നിങ്ങളുടെ ഉദ്ദിഷ്ട സ്ഥാനം പിന്നിലായി നിങ്ങൾ പോവും. പിന്നെയും തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ വാസനാം ത്വം പരിത്യജ്യ മോക്ഷാർത്ഥിത്വമഭിത്യജ. അതാണ് ഇവിടെ പറയുന്നത്. നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ തുലനാ കേന ജായതേ. നൈരാശ്യത്തിൽ പോലും താല്പര്യമില്ലാത്ത ഒരു യോഗിവര്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനാ? പാപം പുണ്യം എന്ന് രണ്ടുണ്ട്. അതിൽ പാപം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പാപത്തിനെ തള്ളിക്കളയും. നമ്മുടെ മനസ്സ് പാപം മുഴുവനും വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതിന് പുണ്യവും വേണ്ട. അപ്പം പുണ്യത്തിൽ പോലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയണം? എൻ്റെ അപ്പ, എത്ര വലിയ ഒരു സ്ഥിതിയാണത്. പാപമുള്ളപ്പോഴാണ് നമ്മൾ പുണ്യത്തിന് കൊതിക്കുന്നത്. പാപമേ ഇല്ല, എല്ലാം വിട്ടുകളഞ്ഞാൽ പിന്നെ പുണ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെ പുണ്യവും കൂടി വേണ്ട എന്ന് തോന്നുന്ന ഒരു മനസ്സിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും? എൻ്റെ അപ്പ, അതിൻ്റെ സ്വാതന്ത്ര്യം എത്ര, അതിൻ്റെ സൗഭാഗ്യം എത്രയാ?
അതിൻ്റെ സാഫല്യ ദീപ്തി എത്രയാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സൊരു നിധിയാണപ്പാ. ഈ പുളിയങ്കുരു പോലെ കടുക് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം വ്യർത്ഥമാക്കരുത്. വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. കടുകണ്ണി നടക്കണ്ട. ഈ ലോകത്തിന് മുഴുവനും കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളാണ്. തൊലിപ്പുറമേ അല്ല ഈ ലോകാനുഭവം. സർവ്വ അനുഭവങ്ങളും തൊലിക്കുള്ളിലാണ്, സ്ഥൂല ശരീരത്തിലല്ല. ആ ശരീരത്തിനെ കവച്ചു നിൽക്കുന്ന സൂക്ഷ്മമായ മനോമണ്ഡലത്തിലാണ് അനുഭവം. ആ മനസ്സ് രചിക്കുന്ന അനുഭവമേ നമുക്കുള്ളൂ. സുഖമാണെങ്കിൽ സുഖം, ദുഃഖമാണെങ്കിൽ ദുഃഖം, സന്തോഷമാണെങ്കിൽ സന്തോഷം, സാഫല്യമാണെങ്കിൽ സാഫല്യം, ആശയാണെങ്കിൽ ആശ, നൈരാശ്യമാണെങ്കിൽ അത് എല്ലാം തന്നെ മനഃസൃഷ്ടമാണ്, മനോജന്യമാണ്, മനസ്സിൻ്റെ രചനയാണ്. അങ്ങനെ മനസ്സിൻ്റെ രചനയായിരിക്കുന്നതെല്ലാം വിട്ടുകളഞ്ഞാൽ മനസ്സ് ശുദ്ധമായി നിർമ്മലമായി ആ ആത്മാവിൻ്റെ സഹജമായ സ്ഫുരണം, ആനന്ദസ്ഫൂർത്തി തന്നെത്താനെ നമുക്കിങ്ങനെ നുറഞ്ഞിങ്ങനെ പൊന്തിത്തുടങ്ങും, ഉറഞ്ഞു പോന്തും. മോക്ഷസ്യാദ്വാസനാക്ഷയ വാസനാം ത്വം പരിത്യജ്യ മോക്ഷാർത്ഥിത്വമഭിത്യജ. എന്തിനാ ഞാൻ ഈ ശ്ലോകം പറഞ്ഞത്? അഷ്ടാവക്രൻ പറയണത് ഒന്നും കൂടി മനസ്സിലാവാൻ. നിസ്പൃഹം സർവ മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ തുലന കേന ജായതേ. ആത്മജ്ഞാനത്താൽ തൃപ്തനാവുക എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങൾ ഒന്നും നമ്മുടെ മനസ്സിന് ഒരു വിധത്തിലുള്ള കോട്ടവും വാട്ടവും ഇല്ലാതെ ഇരിക്കുക. ദ്വന്ദ്വങ്ങളിൽ ചിലത് ആകർഷിക്കും, ചിലത് വികർഷിക്കും. അങ്ങനെ ആകർഷണ വികർഷണങ്ങൾ രണ്ടുമില്ലാതെ ഇരിക്കുന്ന ഒരു നില. അങ്ങനെ എത്തിയിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് എന്ത് പറയാനാന്ന്? ഭർതൃഹരി പലതും എഴുതിയിട്ടുണ്ടല്ലോ. അദ്ദേഹം വൈരാഗ്യശതകം, നീതിശതകം, ശൃംഗാരശതകം എന്ന് 100 ശ്ലോകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 300 ശ്ലോകങ്ങൾ. അതിൽ വൈരാഗ്യശതകം എന്ന് പറയണതാണ് ഞങ്ങളെപ്പോലെയുള്ളവർ വായിക്കുക. നീതിശതകവും വായിക്കും. ശൃംഗാരം പിന്നെ ശൃംഗാര വിഷയമാണല്ലോ. അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ശ്ലോകം ഞാനൊന്ന് ചൊല്ലി ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. കൗപീനം ശതഖണ്ഡജർജരതരം കന്ധാ പുനസ്താദൃശി നൈശ്ചിന്യം നിരപേക്ഷ ഭൈക്ഷ്യമശനം നിദ്രാശ്മശാനേ വനേ സ്വാതന്ത്രേണ നിരങ്കുശം വിഹരണം സ്വാന്തം പ്രശാന്തം സദാ സ്ഥൈര്യം യോഗമഹോത്സവേപി ജയതി. സ്ഥൈര്യം യോഗമഹോത്സവേപി ജയതി ത്രൈലോക്യരാജ്യേന കിം ത്രൈലോക്യരാജ്യേന കിം. ഒരു യോഗിയെ പറ്റി പറയുക. നമ്മളെല്ലാവരും ശരീരത്തിൽ ധരിക്കാനുള്ള വസ്ത്രം, ഈ തൃശ്ശൂരിലെ എത്ര വസ്ത്രശാലകളാണ്, എന്തൊക്കെയാണ് പരസ്യങ്ങൾ നമുക്ക് കാണുക. ഈ സെയില് ആ സെയില് എന്നൊക്കെ പറയുമല്ലോ അവർ. എല്ലാവർക്കും വസ്ത്രം ധാരാളം വേണം. അതൊക്കെ ആയാലും ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യന് അപ്പുറത്തുണ്ട്. അതും ഭാരതീയനാ, ഭാരതത്തിൻ്റെ സമ്പത്താ. കൗപീനം ശതഖണ്ഡജർജരതരം കന്ധാ പുനസ്താദൃശി. എല്ലാം കൂടി ഒരു കൗപീനം മാത്രമേ ഉള്ളൂ. പുരുഷനാണല്ലോ. അപ്പോൾ ആ നഗ്നത, പൂർണ്ണ നഗ്നത അത് വേണ്ട, ഒന്ന് മറിച്ച് കളയാമെന്ന് പറഞ്ഞൊരു കൗപീനം ധരിച്ച് ഇങ്ങനെ ഇത്തിരി വലിപ്പമുള്ളൊരു കോണം മാത്രം ഉടുത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാലമുണ്ട്. ഞാൻ കൽക്കത്തയ്ക്ക് എൻ്റെ പൂർവാശ്രമത്തിൽ പോകുന്ന സമയത്ത് ആന്ധ്രാപ്രദേശത്തു കൂടി വണ്ടി പോവും. അപ്പോൾ അവിടെ റെയിലിൽ ജോലി ചെയ്യാനുള്ളവർ, ആ റെയിലിൽ തന്നെ ജോലി ചെയ്യണമല്ലോ, കല്ല് പെറുക്കുക, അങ്ങനെ പല കാര്യങ്ങളും. അതിനിരിക്കുന്നവരെ കണ്ട ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. അവരിത്തിരി വലിപ്പമുള്ള വിസ്താരമുള്ള ഒരു കൗപീനം മാത്രമേ ഉടുത്തിട്ടുള്ളൂ പുരുഷന്മാർ. വേറെ ഒരു സാധനവും അവരുടെ ശരീരത്തിലില്ല. അവിടെ അവരിരുന്ന് തുറന്ന് ജോലി ചെയ്യുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിസ്സാര ബുദ്ധിയോടുകൂടി കാണരുത്. ഒരു പുരുഷൻ ഇന്നും നമ്മുടെ രാജ്യത്തിൽ നല്ലൊരു കൗപീനം ധരിച്ചു പോയാൽ ഒരാളും താൻ എന്താണോ അങ്ങനെ നടക്കണേന്ന് പറയില്ല. നേരെ മറിച്ച് അതും കൂടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുമെന്ന് പറയാൻ പലരും പുറപ്പെട്ടു എന്ന് വരും. ഇപ്പോൾ കൃഷ്ണൻ്റെ പടങ്ങളൊക്കെ നമ്മുടെ ആശ്രമത്തിലൊരു ബ്രോഷർ കാണിച്ചു തന്നു. അതിൽ കൃഷ്ണനെ എങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുക.
സ്വർണം കൊണ്ടൊരു പതക്കം മാത്രമേ ഉള്ളൂ ആ മധ്യഭാഗത്ത്, അരണച്ചരലിൻ്റെ താഴത്ത്. എത്ര നന്നായിരിക്കുന്നു കാണാൻ. കൃഷ്ണനാവുമ്പോൾ നമുക്ക് സ്വീകാര്യ, കുട്ടിയാണല്ലോ. കൗപീനം ശതഖണ്ഡജർജരതരം. ഒരു കോണുണ്ട്. ഈ യോഗിക്ക് ആര് കോണം മേടിച്ചു കൊടുക്കാനാ? അപ്പം അങ്ങോരെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കെട്ടിയതൊക്കെ തുന്നിക്കൂട്ടി അങ്ങനെ കൊടുക്കും. ശതഖണ്ഡജർജരതരം. അത് നല്ല തുണി കിട്ടില്ല, പഴക്കം ചെന്ന് ചെര പിടിച്ചിട്ടുള്ള തുണിയേ കിട്ടുള്ളൂ. ശതഖണ്ഡം എന്നാണ് പറയണത്. 100 കഷ്ണങ്ങൾ കൂടി ചേർന്നതാണ്. അങ്ങനെ അലുക്ക് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഒരു നിലയ്ക്ക് രസമാണത്, ഒന്ന് അളങ്ങണത് നല്ലതാണല്ലോ. കൗപീനം ശതഖണ്ഡജർജരതരം കന്ധാപുനസ്താദൃശീ. ഈ തണുപ്പ് നാട്ടിലൊക്കെ നടക്കുമ്പോൾ ഒരു കമ്പിളി പോലെ ഒരു സാധനം മേലിടണം. ഷാളൊക്കെ കിട്ടിയെന്ന് വരില്ല, എന്തെങ്കിലും ഒരു സാധനം. അതും ഇങ്ങനെ കീറത്തുണി തന്നെയാണ്. അവിടെ ഇവിടെയും കാണുന്നതൊക്കെ ഒന്ന് തുന്നിക്കൂട്ടി കെട്ടുണ്ടാക്കി മേലിടും. അത് ഇട്ടിട്ടാണ് അവർ നടക്കുക. കന്ധാപുനസ്താദൃശീ നൈശ്ചിന്യം നിരപേക്ഷ ഭൈക്ഷ്യമശനം. എന്നാൽ മനസ്സിൽ ഒരു ചിന്തയില്ല. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുക? ശരീരമാണെങ്കിലുണ്ട്, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 കൂട്ടം സാധനങ്ങളുണ്ട്, അതുമുണ്ട്. ഇനി എന്താ ചിന്തിക്കുക? ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും വേണ്ടത് ആദ്യം ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നാലും നമുക്ക് ഉറങ്ങാം. ഭക്ഷണം ഇല്ലെങ്കിൽ കുറച്ച് വിഷമമാണ്. ആ ഭക്ഷണമാണ് തനിക്ക് വേണ്ടത്. അതിനു വേണ്ടി ചിന്തിക്കണോ? വേണ്ട. എന്താ കാരണം? കടയിൽ പോയി സാമാനങ്ങൾ മേടിക്കണ്ട, വെക്കണ്ട, വീട്ടിലുള്ളവർ ആർക്കും കൊടുക്കണ്ട, തയ്യാറാക്കി സമയം കാത്ത് നിൽക്കണ്ട. തനിക്കുള്ള ഭക്ഷണം ഭിക്ഷ രൂപത്തിലാണ് വരിക. പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ അവിടെ കയറി ചെന്നു ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു, ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ള ഗൃഹിണി കൊണ്ടുവരും, എന്തെങ്കിലും തരും. അപ്പോൾ ഭിക്ഷയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. വീടുകളുണ്ടെങ്കിൽ പോവുക, തനിക്ക് വേണമെന്നുള്ളത് അറിയിപ്പിക്കുക. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നാൽ കഴിക്കും, കൈ നീട്ടി വാങ്ങും. കയ്യിൽ പാത്രവും ഇല്ല, ജലപാത്രവും ഇല്ല. എല്ലാം കൂടി ഈ കന്ധയും കൗപീനവും മാത്രമേ ഉള്ളൂ. നൈശ്ചിന്യം, ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. നിരപേക്ഷ ഭൈക്ഷ്യമശനം, അപേക്ഷിക്കാതെ, മുൻകൂട്ടി ആലോചിച്ച് നോക്കാതെ, തയ്യാറെടുക്കാതെ, ഒന്നും ഒരുക്കുകൂട്ടി വയ്ക്കാതെ കിട്ടുന്ന ഭക്ഷണമാണ് തനിക്ക്. നിദ്രാശ്മശാനേ വനേ. അങ്ങനെ പോകുന്ന സമയത്ത് ഒഴിഞ്ഞ പ്രദേശം ശ്മശാനമാണ്. തീ വേണമെങ്കിൽ അല്പം തീയും ഉണ്ടാവും അവിടെ, ചിലപ്പോൾ ശവം ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ വനപ്രദേശം, ആളില്ലാത്ത സ്ഥലം, ഇവിടെയാണ് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ ഉറക്കത്തിന് വേണ്ടി ഇനി എന്തെങ്കിലും പടുക്ക സാമാനങ്ങൾ എന്തെങ്കിലും നോക്കണോ? വേണ്ട, കിടക്കൊന്നും വേണ്ട. നിദ്രാശ്മശാനേ വനേ സ്വാതന്ത്ര്യേണ നിരങ്കുശം വിഹരണം. തനിക്കുള്ള സ്വാതന്ത്ര്യം ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല, അത്ര വിശേഷപ്പെട്ട സ്വാതന്ത്ര്യമാണ്. നിരങ്കുശം. നമ്മൾ പോകുന്ന പോക്കിൽ നമ്മളിങ്ങനെ പിടിച്ചു വലിക്കാനൊന്നുമില്ല. ഈ വലിക്കുന്നതാണല്ലോ ഈ തോട്ടി. ഈ ആനയെ തോട്ടിയെ കൊണ്ടാണ് മയക്കുക, തോട്ടി കൊണ്ട് പിടിച്ച് വലിക്കുക. അതിൽ ചില മരുന്നുകളൊക്കെ പുരട്ടി പിടിച്ചാൽ പ്രയോഗം പറഞ്ഞത് കേൾക്കുന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രത്തിലും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ തോട്ടി, അതാണ് അങ്കുശം. നിരങ്കുശം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗതിയെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഘടകവും ഭൂമിയിലില്ലയെന്ന്. വീട്ടിലുള്ളവരുമില്ല, പുറത്തുള്ളവരുമില്ല. താൻ എന്താണോ ഇങ്ങനെ നടക്കണേന്ന് ആരും ചോദിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരാനും കൂടി ആരും മടിക്കും. അങ്ങനെ ഒരു നിലയാണ്. സ്വാതന്ത്ര്യേണ നിരങ്കുശം വിഹരണം. അങ്ങനത്തെ ആൾക്കാരാണ് ശരിക്ക് വിഹരിക്കുന്നത് ലോകത്തിൽ. ബാക്കിയുള്ളവരൊക്കെ പാടുപെടുകയാണ്, കഷ്ടപ്പെടുകയാണ്, വീർപ്പ് മുട്ടുകയാണ്. അയ്യോ കഷ്ടപ്പെട്ടു, പണം കിട്ടിയാലും വിഷമം, കിട്ടിയില്ലെങ്കിലും വിഷമം. എന്തൊക്കെയാണ് ഇവിടെ വിഷമം? നിരങ്കുശം വിഹരണം സ്വാന്തം പ്രശാന്തം സദാ. തൻ്റെ ഉള്ളുണ്ടല്ലോ, തൻ്റെ ഉൾഭാഗം സ്വാന്തം പ്രശാന്തം സദാ. എപ്പോൾ നോക്കിയാലും പ്രകർഷേണ ശാന്തമാണത്. അതിലൊരു സംഘർഷത്തിനോ ഒരു സ്ട്രെസ്സിനോ ഒരു സ്ട്രെയിനോ ഒന്നിനും അവിടെ സ്ഥാനമില്ല. എപ്പോഴും അങ്ങനെ തന്നെ. എന്തിനെക്കുറിച്ച് ആലോചിക്കും? ഭക്ഷണമാണെങ്കിൽ വേണ്ട, ആലോചിക്കേണ്ട. വസ്ത്രമാണെങ്കിൽ വേണ്ട, കയ്യിലുണ്ട്. ഉറങ്ങാനാണെങ്കിൽ സ്ഥലങ്ങളുണ്ട്. ഉറക്കം തന്നെത്താനെ പ്രകൃതി രചിച്ചോളും. നടന്ന് നടന്ന് ക്ഷീണിച്ചാൽ എവിടെയെങ്കിലും കിടക്കണം തോന്നും. കിടക്കുമ്പോഴേക്കും ടപ്പെന്ന് ഉറങ്ങാനും തുടങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ എണീക്കും, പിന്നെയും നടക്കും. വേണമെങ്കിൽ കുളിക്കും, വെള്ളം കിട്ടിയാൽ കുളിക്കും. അങ്ങനെ നടക്കുന്ന ഒരാൾ സ്വാന്തം പ്രശാന്തം സദാ
സ്ഥൈര്യം യോഗമഹോത്സവേ വിജയതി. യോഗം രചിക്കുന്ന ഒരു മഹോത്സവമാണിത്. ആ മഹോത്സവത്തിൽ നല്ല സ്ഥൈര്യം വന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആ ആള് ത്രൈലോക്യരാജ്യേന കിം, ആ ആൾക്ക് ത്രിലോകത്തിലുള്ള രാജ്യം മുഴുവനും കൊടുക്കാമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരാശയോ ആവശ്യമോ ആകർഷണമോ തോന്നുമോ? തോന്നില്ല. അതാണ് പറയണത്, നൈരാശ്യത്തിൽ പോലും താല്പര്യമില്ല എന്ന്. ആശയില്ല എന്ന് മാത്രമല്ല, ആശയ്ക്ക് വിപരീതമായിരിക്കുന്ന നൈരാശ്യം ദ്വന്ദ്വരൂപത്തിൽ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നുണ്ടോ, നിർബന്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കൂടി തനിക്ക് വേണ്ടാന്ന്. സ്ഥൈര്യം യോഗമഹോത്സവേ വിജയതി ത്രൈലോക്യരാജ്യേന കിം. ഇങ്ങനെയുള്ള ഓരോ ശ്ലോകം വിവരണങ്ങളുണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കുന്നത്? ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ പറയണത് കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യൻ്റെ മനസ്സിന് സുഖം നൽകുന്നതായ ഒരു ചിന്താഗതി, ഒരു സ്ഥിതിവിശേഷമാണത്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ ആ മനസ്സിലാവുന്നത് വളരെയധികം സമാധാനം നമുക്ക് നൽകുന്നതാണ്. ഹിമാലയത്തിലേക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ല, ഒരു പക്ഷേ പറ്റിയില്ല, അങ്ങനെ വരാം. പക്ഷേ ഹിമാലയത്തിലേക്ക് പോയിട്ടുള്ള ആ വിവരണങ്ങൾ വായിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? വൈകുണ്ഠം നമ്മളാരും പോകാത്തതാണ്. പക്ഷേ ആ വൈകുണ്ഠത്തിൻ്റെ വിവരണം അങ്ങോട്ട് വായിക്കുമ്പോൾ മനസ്സിലിങ്ങനെ സന്തോഷം ഇറ്റിറ്റിറ്റങ്ങോട്ട് വീഴുക. അതുപോലെയുള്ള ഒരു ഫലമാണിത്. ഇങ്ങനെ ഒരവസ്ഥ മനുഷ്യ മനസ്സിന് സാധ്യമാണ്. മനുഷ്യൻ്റെ മനസ്സ് ഒരു നിധിയാണ്. ആ മനസ്സിനെ നിധിയാക്കണം എന്നുണ്ടെങ്കിൽ വാസനകളെല്ലാം ഒഴിഞ്ഞ് നിർവാസനനാകണം. ആ നിർവാസനനായാലോ എന്താ അതിൻ്റെ മെച്ചം? അതൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ഇവിടെ. ഇങ്ങനെയുള്ളൊരു നില നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും എന്നാണ് മറുപടി. എങ്ങനെ കിട്ടും? ആദ്യം ഇത് പറഞ്ഞാൽ കേൾക്കാൻ തോന്നില്ല, രുചിക്കില്ല. കാലക്രമേണ എങ്ങനെയായിരിക്കും സ്ഥിതിയൊക്കെ മാറും. ആദൗ വധൂ ഭർതൃഗൃഹം സ്വഗേഹാത് ഗന്തും യഥാരോധിതി നീയമാന തതശനൈർഭർതൃസുഖാവബോധാത് നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നടക്കുന്നതാണ് എന്ത്? കല്യാണം. കല്യാണം ഇല്ലാത്ത വീടുണ്ടോ? ഓ, അങ്ങനെയുള്ള വീട് ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? കാണാൻ കൊതിക്കുന്നുണ്ടോ? ഇപ്പം കല്യാണം എല്ലാ വീട്ടിലും ഉണ്ട്. കല്യാണം രണ്ട് തരത്തിലാണ്. കല്യാണം കഴിച്ച് കൊണ്ടുവരും, കല്യാണം കഴിച്ച് പറഞ്ഞയക്കും. ഇവിടെ പറഞ്ഞയക്കണ കല്യാണത്തിനെ പറ്റിയിട്ടാണ് പറയണേ. പെൺകുട്ടിയെ പ്രസവിച്ചു വളർത്തി കൊണ്ടുവന്നു, കല്യാണത്തിന് ജാതകം നോക്കി മുഹൂർത്തമൊക്കെ നോക്കി പറ്റിയ ഒരു വരനെ കണ്ടുപിടിച്ചു. വളരെ മുൻകൂട്ടിയുള്ള തിരക്കാ. പെൺകുട്ടിക്ക് അറിയാം കല്യാണം വരാൻ പോകുന്നുണ്ടെന്ന്, അച്ഛനമ്മമാർക്കും അറിയാം. എല്ലാം കൂടി വട്ടം കൂട്ടി കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനോട് കൂടെ അങ്ങോട്ട് കുട്ടിയെ പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് കരയാത്ത ഏതെങ്കിലും പെൺകുട്ടികളുണ്ടാവുമോ? എന്താ ഈ കരച്ചിലിൻ്റെ അർത്ഥം? കല്യാണം ശരിയായില്ല എന്നോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദൗ വധൂ ഭർതൃഗൃഹം സ്വഗേഹാത് ഗന്തും യഥാ രോദിതി നീയമാന. ആദ്യമായിട്ട് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ഒരു നിലയ്ക്ക് സാഫല്യബോധത്തോടു കൂടി അച്ഛനമ്മമാർ പറഞ്ഞയക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ കല്യാണത്തിനൊരു വിശേഷം പലരും ചിന്തിക്കാത്തതാണ്. എന്താണത്? ഇന്നലെ വരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് കല്യാണം കഴിച്ചു കൊടുത്ത് കൈ പിടിച്ചതാ കൊണ്ടുപൊക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. തൻ്റെ ജന്മാവകാശം മുഴുവനും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒഴിമുറി വച്ചു എന്ന് പറഞ്ഞിട്ടാണ് വൈദിക വിവാഹത്തിൽ പെൺകുട്ടിയെ കൊടുക്കുന്നത്. വാസ്തവത്തിൽ മടിയിലിരുത്തി കൊടുക്കുക വേണ്ടത്. ആ കല്യാണത്തിനുള്ള മന്ത്രം വേണ്ടതുപോലെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഏത് അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരാതിരിക്കില്ല. ഞാൻ പെറ്റു വളർത്തിയ പുത്രിയെ ഇതാ നിനക്ക് വിവാഹം തരുന്നു, എൻ്റെ ഗോത്രം കംപ്ലീറ്റായിട്ട് മാറി, ഇനി എൻ്റെ ഗോത്രത്തിലോ തറവാട്ടിലോ പെട്ടവളല്ല, നിൻ്റെയാണ്, നീ നടക്കുമ്പോൾ ഒരു നിഴൽ പോലെ അവൾ അനുഗമിക്കും, ദാ തരുണു, എൻ്റെ അവകാശം മുഴുവനും കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. വളരെയധികം ഞെട്ടലുണ്ടാക്കിക്കുന്ന ഒരു സ്ഥിതിയാണത്. ആ പെൺകുട്ടി പോകുന്ന സമയത്തോ ഇത്രയും കാലം ഞാൻ ജനിച്ചു വളർന്നു, അച്ഛനമ്മമാർ പരീക്ഷിച്ചു, കല്യാണം ആവശ്യമാണെന്നുള്ളത് ശരി, അങ്ങനെയൊക്കെ ആയാലും
ഈ പ്രസവിച്ച് ഇത്രയും കാലം വളർന്ന് വാത്സല്യം അനുഭവിച്ച് ഇവിടുന്ന് ഞാൻ പോണുമല്ലോ, ഇതേമാതിരി ഒരു വാത്സല്യം എനിക്ക് അവിടുന്ന് കിട്ടുമോ, അവിടെ ഉണ്ടാവുമല്ലോ അച്ഛനമ്മമാർ എന്നിങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടാണത്രേ ആ കുട്ടി പോവുക. ഗന്തും യഥാരോദതി നീയമാന. അതേ പെൺകുട്ടി അവിടെ ചെന്നു, ഭർത്താവോട് കൂടി വാണു. ആ ഭർത്തൃസുഖം വിവാഹസുഖമൊക്കെ അനുഭവിച്ച് ദാമ്പത്യസുഖം അനുഭവിച്ച് കുറച്ച് കഴിഞ്ഞ് മോളെ നിങ്ങോട്ട് വരുന്നോ ചോദിച്ചാൽ ഇപ്പോൾ ഒഴിവില്ല, തിരക്ക് കൂടുതലാന്നാ മറുപടി. തദശനൈഹി ഭർത്തൃസുഖാവബോധാത്. ഭർത്താവോട് കൂടി ജീവിക്കുന്ന ആ സുഖം അനുഭവിച്ച് ആ അനുഭവത്തിൽ അങ്ങോട്ട് പരിചയിച്ച് കഴിഞ്ഞാൽ നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. അമ്മ സൂക്കേട് പിടിച്ച് കിടക്കുമ്പോൾ പോലും വരാൻ പറ്റാത്ത മക്കളുണ്ട്. അമ്മേ എനിക്ക് പറന്നെങ്കിലും അങ്ങോട്ട് എത്തണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, കുട്ടികൾക്ക് പരീക്ഷയാണ്, ഭർത്താവ് പുറത്തു പോയിരിക്കുക, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നവരുണ്ട്. ലോകത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആകർഷണം തോന്നുന്നു. ഇത് വൈക്കോ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. പരിശ്രമിക്കൂ. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഇതുപോലെ. നിങ്ങളൊരു യോഗിയായി പുറത്തു പോയി നടക്കണം, ഓടണം, ചാടണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ യോഗിയമാതിരിയായി അങ്ങനെ നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയില്ല. പക്ഷേ ആ യോഗിയുടെ മനസ്ഥിതി എന്നൊരു മനസ്ഥിതി ഉണ്ട്. ആ മനസ്ഥിതി നമുക്കും കൈവരിക്കാം. പരീക്ഷത്തിന് ശുഗമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്. ആ പറഞ്ഞു കൊടുത്ത ഒരൊറ്റ സാധനം പരിശീലിക്കുക, അനുഷ്ഠിക്കുകയെ പരീക്ഷിത്ത് ചെയ്തിട്ടില്ല. എന്തൊക്കെ നിഷ്ഠകളെക്കുറിച്ചാണ് പറയുന്നത് ശുഗമഹർഷി, എല്ലാം പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ട് തന്മയീഭാവത്തോടു കൂടി ഇരുന്നേ ഉള്ളൂ. ആ കേൾക്കുന്നത് മുഴുവൻ മനസ്സിൽ പതിഞ്ഞു. മനസ്സ് അതേപോലെ ആയിത്തീർന്നു. ശാരീരികമായി അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളോ പർവ്വതമോ വ്രതമോ ഒന്നും വേണ്ടാൽ ആ വ്രതം എടുക്കുന്നവന് മനസ്സിൽ കിട്ടുന്ന അനുഭവം എന്തോ ആ അനുഭവം പൂർണ്ണമായി പരീക്ഷത്തിന് കിട്ടി. അതേമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാം. നിങ്ങൾ യോഗിയായി പുറത്ത് നടക്കണമെന്നില്ല കൂട്ടരെ. ആ യോഗിയുടെ മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ മതി. ഹിമാലയത്തിൽ പൊയ്ക്കൊള്ളണം എന്നില്ല. ഹിമാലയത്തിൽ പോയാൽ എന്തുണ്ടാവുമോ അതേമാതിരി ആകും നിങ്ങളുടെ മനസ്സ്. ആ ഭാവനാബലം, ഭാവനാവൈഭവം ഉള്ളതാണ് മനുഷ്യൻ്റെ മനസ്സ്. നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. അതാണല്ലോ പരീക്ഷത്തിനുണ്ടായത്. ഒരൊറ്റ സ്ഥലത്തേക്ക് അദ്ദേഹം പോയില്ലല്ലോ. ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, മലമൂത്ര വിസർജനത്തിനും കൂടി എണീക്കേണ്ടി വന്നിട്ടില്ല. രാപ്പകൽ അവിടെ ഇരുന്നേ ഉള്ളൂ. 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം മുഴുവനാവുന്നതിന് മുൻപ് അദ്ദേഹത്തിന് സാഫല്യം വന്നു, സിദ്ധിയായി. തക്ഷകൻ വന്നതുപോലും അറിഞ്ഞില്ല. ശുഗമഹർഷി സ്ഥലം വിടുകയും ചെയ്തു. അതുപോലെയുള്ള പരിണാമം നിങ്ങൾക്കുണ്ടാവും. ഇത് കേട്ട് ഗ്രഹിച്ച് ആസ്വദിച്ച് അതിലൊരു തന്മയത്വം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ. ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാദാദൗ ജഗന്നായകം ഗന്തും ബുദ്ധിരിയം ബിഭേതി കില തത്സംഗാനഭിജ്ഞാ സ്വയം ജ്ഞാതേ തദ്രസവൈഭവേ സദിശനൈഃ സൈവേശ്വരോപാസനാത് ആഗന്തും വിഷയാൻ പുനർബഹുവിധം ക്ലേശം സമാലംബതേ. എനിക്കൊക്കെ ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ എന്താ അതിൻ്റെ സന്തോഷം എന്നറിയോ? ഞാൻ എപ്പോഴും പറയും, അമാവാസി ദിവസം 1000 പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി, അതുപോലെ എനിക്ക് മനസ്സിൽ തോന്നാറുള്ളത്. നല്ല അർത്ഥവും ആശയവും വ്യാപ്തിയും ഒക്കെയുള്ള എന്ത് ശ്ലോകം പ്രത്യേകിച്ചും സംസ്കൃതത്തിൽ വായിച്ചാലുണ്ടല്ലോ, വാ. ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാദാദൗ ജഗന്നായകം ഗന്തും ബുദ്ധിരിയം ബിഭേതി കില തത്സംഗാനഭിജ്ഞാ സ്വയം. ഈ ഈശ്വരന് വേണ്ടി ഒരു വിളക്ക് കൊളുത്തി വെച്ച് പടത്തിൻ്റെ മുൻപിലോ എന്തിൻ്റെങ്കിലും മുൻപ് 2-3 പുഷ്പങ്ങൾ കൊണ്ടിട്ടു, നാമങ്ങൾ ജപിച്ചു, ഒന്ന് മണിയടിച്ചു, ആരാധിച്ചു, കർപ്പൂരം കത്തിച്ചു. ഇങ്ങനെയുള്ള ഉപാസന നിങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ഈശ്വര സേവ നടത്താം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നുണ്ടല്ലോ. പുറപ്പെടുമ്പോൾ അത്രയും സമയം ഗൃഹകൃത്യങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കണം. അപ്പോൾ ഇവിടെ പറയാണ്, ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാത്. ഒരു ഭാഗത്ത് ഭാര്യ,
മറുഭാഗത്ത് സന്താനം, പിന്നെ വീട്, വീട്ടുകാര്യം, പ്രപഞ്ച വിഷയങ്ങൾ, ഇതൊക്കെ വിട്ട് ആദൗ ജഗന്നായകം ഗന്തും, ജഗന്നായകം ഗന്തും, ഈ ജഗത്തിൻ്റെ എല്ലാം അധിപതിയായിരിക്കുന്ന ഞാൻ വീട്ടമ്മയോ വീട്ടച്ഛനോ എങ്ങനെയോ അതുപോലെ ഈ ജഗത്തിന് മുഴുവനും ജഗത്തച്ഛനും ജഗത്തമ്മയുമായിരിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധിക്കൊരു നടുക്കം, ഒരു പേടി. അയ്യോ, ഇതൊക്കെ വിട്ട് അങ്ങോട്ട് പോയാൽ ശരിയാവോ? എന്താണാവോ? ഞങ്ങൾ ഗൃഹിണികളല്ലേ, ഗൃഹസ്ഥന്മാരല്ലേ? ഗന്തും ബുദ്ധിരിയം ബിഭേദി, ഒരു ഭയം ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ പെൺകുട്ടി പോയപ്പോൾ, കല്യാണം കഴിച്ച് പോയപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ കില തത്സംഗാനഭിജ്ഞാസ്വയം, ഈ ഈശ്വര സേവ കൊണ്ട്, ഈ ഈശ്വര ഭക്തി കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന കല്യാണം, മഹിമ, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം, അതിലുള്ള സുരക്ഷിതത്വം, അത് ചൊരിയുന്ന മാംഗല്യം, മംഗളം എത്രത്തോളം എന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ഭയം. അത് കുറേ ദിവസം ചെയ്ത് ഇപ്പം നാരായണീയമാണ് വായിച്ചു, ശ്രീമദ് ഭാഗവതമാണ് വായിച്ചു. ആ ഭാഗവതം വായിച്ചത് പഠിച്ച് ഗ്രഹിച്ച് കുറേശ്ശെ മനസ്സിലായി തുടങ്ങിയാൽ ആ വായന താഴ്ത്തു വയ്ക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടില്ല. ജ്ഞാതേ തദ്രസവൈഭവേ സതിശനൈ, കുറേശ്ശെയായി ആ തദ്രസവൈഭവം, ആ വാക്ക് ശ്രദ്ധിക്കൂ, അതിൽ നിന്ന് കിട്ടുന്ന രസം, ആ വൈഭവം അനുഭവിച്ചു കഴിഞ്ഞാൽ ശനൈഹി സൈവേശ്വരോപാസനാത്, ആ ഉപാസന താഴത്ത് വെച്ച് ആഗന്തും വിഷയാൻ പുനർബഹുവിധം, അത് വേണ്ടാന്ന് വെച്ച് വീട്ടുകാര്യങ്ങളിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ ബഹുവിധം ക്ലേശം സമാലംബതേ, അത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങോട്ട് തിരിച്ചു വരണതാ പിന്നെ വിഷമായി തീരുകയാണ്. ഇതൊക്കെ മനുഷ്യ മനസ്സിൻ്റെ അധ്യാത്മയാത്രയിൽ എല്ലാ യാത്രികൾക്കും അനുഭവമുണ്ടാവുന്നതാണ് ഈ കാര്യങ്ങൾ. ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാദാദൗ ജഗന്നായകം ഗന്തും ബുദ്ധിരിയം ബിഭേദി കില തത്സംഗാനഭിജ്ഞാ സ്വയം ജ്ഞാതേ തദ്രസവൈഭവേ സതിശനൈഃ സൈവേശ്വരോപാസനാത് ആഗന്തും വിഷയാൻ പുനർ ബഹുവിധം ക്ലേശം സമാലംബതേ. ഇതൊക്കെ ഒന്ന് വായിക്കുമപ്പാ, നിങ്ങൾക്ക് പിടിച്ചതൊക്കെ എഴുതിയിടണം. കുറേ ദിവസം കാണുമ്പോൾ അത് തന്നെത്താനെ നമ്മുടെ ഉള്ളിലാവും. നിങ്ങളുടെ വീട്ടിലുള്ളവരിൽ എന്തെങ്കിലും സ്വാധീനം നിങ്ങൾ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ സ്വാധീനത്തിന് പറ്റിയിട്ടുള്ള പടങ്ങളൊക്കെ കെട്ടിത്തൂക്കുക. ചെറിയ കുട്ടികൾ വളരുന്ന സമയത്ത് ആ കുട്ടിയുടെ 4 ഭാഗത്തും ആ കുട്ടിക്ക് കാണാൻ പറ്റിയിട്ടുള്ള പടങ്ങൾ, അതിനൊക്കെയാണ് നമ്മുടെ ഈ കൃഷ്ണൻ്റെ പടങ്ങളൊക്കെ നമുക്ക് വളരെ ഉപകരിക്കുന്നത്. ആ തുള്ളിച്ചാടുന്ന കൃഷ്ണൻ, അരഞ്ഞാണും വിളയും കാപ്പും ആരാത് ഇഷ്ടപ്പെടാത്തത്? ഏറ്റവും കരയുന്ന ആളുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു കൊടുത്താലും ഒന്ന് ചിരിക്കാൻ തോന്നും. എന്തിനാ ഇതൊക്കെ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? നമ്മുടെ സങ്കീർണമായ മനസ്സിനെ വല്ല വിധത്തിലും ഒന്ന് തട്ടി തലോടി ഒന്ന് നേരാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഗ്രഹിച്ച് ശരിയാക്കും. We shall stop today. ശാന്തസ്വഭാവമജരാത്മകമേകസത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ തദ്ദൈവമേവ മമ സർവമഹം തദേവ. ഹരി ഓം തത്സത്. ജയ ഗുരു. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് പിരിയാം. അതിന് വേണ്ടതുപോലെ അതിനുള്ള ആസനം സ്വീകരിച്ചോളൂ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.